ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു സ്റ്റോറി ടെല്ലർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോക്ക് സ്പിരിറ്റ് മാച്ച് മേക്കറിൻ്റെ എപ്പിസോഡ് 3 ആണ്. ഫസ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ ദോങ്ഫാങ്ങിനെ പിടിക്കാനായി വന്ന ആ 2 പേരുണ്ടല്ലോ, ആ 2 കിളവന്മാർ ജിൻഫൻ്റെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പുറകെ ആരോ വന്ന് തടയാണ്. നമ്മുടെ ഹോങ്ങിൻ്റെ സ്പൈ ആണ് കേട്ടോ. അങ്ങനെ ആ ജിൻഫൻ്റെ ആൾക്കാരും ഈ സ്പൈയുമായിട്ട് ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഫൈറ്റ് നടക്കുന്ന ഇടയ്ക്ക് ഈ 2 പേരും കൂടെ, ഈ 2 കിഴവന്മാരും കൂടെ എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. അങ്ങനെ അവർ എസ്കേപ്പ് ആവാനായിട്ട് ഇങ്ങനെ പോകുന്നതും തിരികെ അവർ തിരിഞ്ഞിങ്ങനെ നോക്കുന്നതും നമ്മുടെ ആ സ്പൈ ബാക്കിലുണ്ട്. എന്നിട്ട് പറയാണ്, എന്നെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെ നോക്കി ചിരിക്കുകയാണ്. അവിടുന്ന് സീന് കട്ടായി നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ജിൻഫൻ്റെ ആൾക്കാരെല്ലാം കൂടെ ജിൻഫൻ്റെ അവിടെ പോയി ഈ സ്പൈൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ ജിൻഫന് ദേഷ്യം വന്നിട്ട് പറയാണ്, ഓഹോ ഇപ്പോൾ ആത്മാക്കളൊക്കെ എനിക്ക് നേരെ തിരിഞ്ഞല്ലേ, ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ജിൻഫങ്ങിനെ കാണിച്ചുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യാണ്. പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്ന ദോങ്ഫങ് ആ 2 കിളവന്മാരെ കൊല്ലാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹോങ്ങിൻ്റെ മെസ്സേജ് വരെയാണ്. ഹോങ് പറയാണ്, ആ 2 കിളവന്മാർ ഞാൻ ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിനക്ക് പോയി നിന്റെ റിവെഞ്ച് ചെയ്യാൻ പോയി കൊല്ലാനെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ദോങ്ഫങ് ചിന്തിക്കുകയാണ്, അപ്പോൾ ഹോങ്ങും ഇവിടെയുണ്ടോ, അപ്പോൾ ദേവതയും ഇവിടെയുണ്ടോ? ഫങ് ആ ഹോട്ടലിലോട്ട് പോവാതെ നേരെ ഹോങ്ങിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഹോങ്ങിൻ്റെ നേരെ ആക്രമിക്കാനായിട്ട് ജിൻഫൻ്റെ ആൾക്കാരൊക്കെ വരികയാണ്. അപ്പോൾ ഇവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്, ഇവർ ജയിച്ചല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് പുറകെ നിന്ന് ജിൻഫങ് വരണത്. അപ്പോൾ ജിൻഫങ് വരുമ്പോൾ ദോങ്ഫങ്ങിന് ജിൻഫനെ കാണുന്നതും ഭയങ്കരമായിട്ട് കലി വരെയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ കള്ളത്തിനൊക്കെ ഞാൻ ഇവിടെയുള്ള എല്ലാ ജനങ്ങളോടും അറിയിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഫൻ പറയാണ്, ഷോ അങ്ങനെയൊന്നും പറയരുത്, മുറയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ അങ്കിളായിട്ട് വരുമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ദോങ്ഫങ്ങിന് ഇതൊക്കെ കേട്ട് നല്ല കലി വരുന്നുണ്ട്, കൊല്ലാൻ പറ്റുന്നത് കലി വരുന്നുണ്ട്. കാരണം ജിൻഫനാണല്ലോ നമ്മുടെ ദോങ്ഫങ്ങിൻ്റെ പാരൻസിനെ കൊന്നത്. ഈ ജിൻഫന് നമ്മുടെ ദോങ്ഫങ്ങിനെയും ഹോങ്ങിനെയും ആക്രമിക്കാനായിട്ട് അയാൾ പവറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹോങ് ദോങ്ഫങ്ങിനെ തള്ളിയിട്ടിട്ട് പറയണേ, നീ പോ, ഞാൻ ഇത് കൈകാര്യം ചെയ്തോളാം എന്ന് പറയാണ്. നമ്മുടെ ഹീറോയിനും ജിൻഫനുമായിട്ട് ഭയങ്കര ഫൈറ്റ് നടക്കുകയാണ്. അവർ മാറി ഭയങ്കരമായിട്ട് ഫൈറ്റ് ഇടുകയാണ്. പക്ഷേ നമ്മുടെ ഹോങ്ങിനെ തോൽപ്പിക്കാനായിട്ട് ജിൻഫന് കഴിയണില്ല. എന്നിട്ടും ജിൻഫന് നമ്മുടെ ഹീറോയിനെ ട്രാപ്പിലാക്കുകയാണ്. മാതൃക വളയത്തിലേക്ക് നമ്മുടെ ഹോങ്ങിനെ ട്രാപ്പ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ദോങ്ഫങ് നേരെ വന്ന് സൺഫ്ലെയിം എടുത്ത് അയാളുടെ നേരെ ആക്രമിക്കുകയും അതുപോലെ തിരിച്ച് അയാളും ആക്രമിക്കുന്നുണ്ട്. ഈ ഇടയിൽ തന്നെ നമ്മുടെ ഹോങ് അയാളെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ ഹോങ് അയാളുടെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് നമ്മുടെ ഹോങ് ജിൻഫന്റെ നേരെ പോയിട്ട് ഹോങ്ങിന്റെ മാക്സിമം പവർ എടുത്ത് അയാളെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ ജിൻഫങ് മനസ്സിൽ ആലോചിക്കുകയാണ്, ഇത്രയും പവർ ഞാൻ ഗെയിൻ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ഹോങ്ങിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നുമുണ്ട് അയാൾ. ജിൻഫനെ ഹോങ് പരാജയപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഹോങ് തളർന്നങ്ങ് തളരുകയാണ്, പവർ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ട് തളരുകയാണ്. എന്നിട്ട് നമ്മുടെ ഹോങ് ഹീറോയിനെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്, ഹോട്ടലിൽ പോകാനല്ലേ നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചത്, എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദോങ്ഫങ് പറയണം, പകരം വീട്ടിനേക്കാളും എത്രയോ നല്ലതാണ് അവിടെ ഇരിക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അതും ദേവതയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് ദോങ്ഫങ് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഹോങ്ങിൻ്റെ മൈൻഡ് വല്ലാണ്ടാവുകയാണ്. എന്നിട്ട് ഹോങ് പറയാണ്, കുറച്ച് മുൻപ് വന്നിരുന്നെങ്കിൽ നിന്റെ അമ്മയും അച്ഛനെയും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയേനെ എന്ന് പറയുമ്പോൾ ദോങ്ഫങ് പറയാണ്, അത് ദേവതയുടെ തെറ്റൊന്നുമല്ല, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ഇനിയിപ്പോൾ പറയണ്ടെന്ന് പറയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ആ 2 കിളവന്മാർ ഫൂച്ചങ്ങിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഫൂച്ചങ് ജിൻഫൻ്റെ വർക്കറാണ്. അപ്പോൾ ആ ലേഡിയുടെ അടുത്തേക്ക് അപ്പോൾ ആ 2 കിളവന്മാർ ഫൂച്ചൻ്റെ അടുത്തേക്ക് വരികയാണ്. ആ പോയിസന്റെ മറുമരുന്ന് തരാൻ പറയാണ്. അപ്പോൾ അവൾ കൊടുക്കുന്നില്ല. അങ്ങനെ അവളെ കൊല്ലാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അവരെ കൂടെ നിൽക്കാനായിട്ട് ഒട്ടും പറ്റുന്നുമില്ല. അങ്ങനെ അവൾ പെട്ടെന്ന് വയറിൽ അടിപെട്ട് പെട്ടെന്ന് താഴെ വീഴുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടെ എത്തുന്നത്. നമ്മുടെ ദോങ്ഫങ് അവിടെ എത്തിയിട്ട് ആ 2 കിളവന്മാരോട് പറയാണ്,
നിങ്ങൾക്കൊന്നും ഒരു നാണക്കേടും ഇല്ലേ? ജിൻഫനെ കൊല്ലണതിന് പകരം ഒരു പെണ്ണുമായി അടി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ദോങ്ഫങ് അവിടേക്ക് വരികയാണ്. നിങ്ങൾ രണ്ടുപേരുടെയും മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കും. നമ്മുടെ ദോങ്ഫങ്ങിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇവരെ കാണുമ്പോൾ. ഇവരല്ലേ ആ ദോങ്ഫങ്ങിന്റെ മാതാപിതാക്കളെ കൊന്നത്. ഭയങ്കര പവർഫുള്ളായിട്ട് പവറൊക്കെ എടുത്ത് ആ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ രണ്ടുപേരെയും കൊല്ലുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല, ദോങ്ഫങ്ങിന്റെ കൂടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ ദോങ്ഫങ് അവസാനം അവന്റെ പകരത്തിന്റെ പകുതി മിഷൻ കംപ്ലീറ്റ് ആക്കുകയാണ്. ദോങ്ഫങ്ങിന്റെ നേരെ ഒരു ദുർമന്ത്രം ആക്രമിക്കാൻ വരെയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് അവൻ അവന്റെ കൈ കൊണ്ട് അവൻ സീൽ ചെയ്യുകയാണ്. പെട്ടെന്ന് അവൻ കൈ നോക്കുമ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് ദോങ്ഫങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു മന്ത്രം കയ്യിൽ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ ദോങ്ഫങ്ങിനെ രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് പിന്നീട് അവിടേക്ക് ജിൻഫങ് വരുമ്പോഴേക്കും ദോങ്ഫങ് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സീൻ കാണിക്കുന്ന ഫൂചെങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവളുടെ പിന്നാലെ ദോങ്ഫങ് വന്നിട്ട് പറയാണ്, എന്തിനാണ് നീ അയാളുടെ അടിമയായിട്ട് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. നീ ഇനി അയാളെ കാണുമ്പോൾ ഞാൻ പറയുന്നത് അയാളോടൊന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ പറയാണ്. അയാൾ ഞാൻ എല്ലാവരുടെയും മുന്നിലും വലിച്ചെറിഞ്ഞു കൊടുക്കും, നോക്കിക്കോ. എൻ്റെ അമ്മയും അച്ഛൻ്റെയും സ്ഥാനത്താണ് അയാൾ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനെയും കുറ്റവാളിയാക്കിയിട്ട് അയാൾക്കിനി തലവെത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പറഞ്ഞ് ദോങ്ഫങ് അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ ദോങ്ഫങ് ഒരു കല്ലറ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ വിഷമത്തോടെ പറയാണ്, പൂക്കളൊന്നും മുളയ്ക്കാതെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് അവൻ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നേരെ നമ്മുടെ ഹോങ് അവിടെ മന്ത്രം ഉപയോഗിച്ച് ആ പൂക്കളെ മുളപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ദോങ്ഫങ് വിഷമത്തോടെ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മ ഒരു പൂക്കൾ ജിൻഫങ്ങിൽ നട്ടിട്ടുണ്ട്, അത് കാണാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഹോങ് പറയുന്നുണ്ട്, ജിൻഫങ്ങിനെ കൊന്നതിന് ശേഷം നീ നിന്റെ കൺട്രോളിൽ വരുമ്പോൾ നിനക്ക് ആ മരം നിനക്ക് പോയി കാണാമെന്ന് പറയുമ്പോൾ ദോങ്ഫങ് പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പറയാണ്, അപ്പോൾ ദേവതയ്ക്ക് അറിയാമോ ഞാൻ ജിൻഫനെ കൊല്ലാനാണ് ഇവിടെ വന്നതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഹോങ് പറയാണ്, നിന്റെ ഇപ്പോഴത്തെ പവർ വെച്ച് ജിൻഫനെ കൊല്ലാനായിട്ട് പാടാണ്. ദോങ്ഫങ് പറയാണ്, ഞാൻ ഇന്ന് മുതൽ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ എൻ്റെ പവർ ഒരുപാട് ഗെയിൻ ചെയ്യുമെന്ന് പറയാണ്. പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ രൊങ് ദുഃഖവൃക്ഷത്തിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും യായ അവിടെ നിന്ന് ഇങ്ങനെ ക്ഷീണിച്ചിങ്ങനെ വരികയാണ്. നമ്മുടെ യായയുടെ കയ്യിലാണ് ഹോങ് ഈ തുഷാൻ നോക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് യായക്കാണ്. അപ്പോൾ യായ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വരികയാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഭയങ്കര കെയർ ഫ്രീ പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നല്ലപോലെ ജോലിയൊക്കെ ചെയ്യുന്ന, കാര്യമായിട്ടൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് റോങ് ഭയങ്കര സന്തോഷമാവുകയാണ്. അതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ ദോങ്ഫങ് ഹോങ്ങിനെ കൂട്ടിക്കൊണ്ട് മാർക്കറ്റിലോട്ട് വരികയാണ്. അപ്പോൾ ദോങ്ഫങ് മിഠായി വാങ്ങാനായിട്ട് പോകുമ്പോൾ ആ ടൈം ഹോങ് ഒരുപാട് മാസ്ക് ഇരിക്കുന്ന കടയിലേക്ക് പോയിട്ട് ഒരു മാസ്ക് എടുക്കുകയാണ്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദോങ്ഫങ് ആ മിഠായും കയ്യിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹോങ്ങിനെ തിരയുന്നുണ്ട്. ഹോങ്ങിനെ കാണാനില്ല അവിടെ. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവൻ്റെ തോളിൽ ആരോ തട്ടുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹോങ് ആ മാസ്ക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് നമ്മുടെ ദോങ്ഫങ്ങിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ദോങ്ഫങ് ആണെങ്കിൽ വായി പൊളന്ന് നമ്മുടെ ഹോങ്ങിൻ്റെ ഭംഗി കണ്ട് ഹോങ് വായി പൊളന്ന് ഹോങ്ങിൻ്റെ ഭംഗിയിൽ അങ്ങ് വീണ് പോവുകയാണ്. അങ്ങനെ വന്നിട്ട് ഹോങ് ആ മാസ്ക് ഊരിയിട്ട് അവൻ്റെ കൊടുത്തിട്ട് പറയാണ്, നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, നീ എടുത്തോ എന്ന് പറഞ്ഞ് ദോങ്ഫങ്ങിൻ്റെ കൈ കൊടുക്കുമ്പോൾ ദോങ്ഫങ് വാങ്ങിച്ചിട്ട് ഹോങ്ങിനെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സീൻ തീരെയാണ്. പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ജിൻഫനാണെങ്കിൽ ഫൂച്ചൻ്റെ എനർജിയെല്ലാം ഊറ്റിയെടുക്കുകയാണ്. ദോങ്ഫങ് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ സീൻ തീരെയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഹോങ് തുഷാനിലേക്ക് വരികയാണ്. എന്നിട്ട് നേരെ ദുഃഖവൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ വൃക്ഷത്തിന് വീണ്ടും വൃക്ഷത്തിന് ചുറ്റും സാത്താൻ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രൊങ് പറയാണ്, ഇനി ഇവിടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളൊക്കെ വരെയാണ്, അപ്പോൾ ഇത് കല്യാണം നടത്തുകയാണെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഹോങ് പറയാണ്, കല്യാണം
നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. സ്നേഹം വെച്ച് മാത്രമേ നമ്മുടെ ദുഃഖവൃക്ഷം തന്നെ പോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നടത്തി തന്നെ ആവണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ആത്മാക്കൾക്ക് അത് സംശയമാവും എന്ന് പറയാണ്. എന്നിട്ട് ആ സീൻ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ദോങ്ഫങ് പവർ എങ്ങനെയെങ്കിലും കൂട്ടണം എന്നുള്ള മൈൻഡിലിരിക്കുകയാണ്. ഒരുപാട് ട്രൈ ചെയ്തിട്ട് അവൻ്റെ ഹൈ ലെവലിലോട്ട് വന്നിട്ടില്ല. അപ്പം അവനിങ്ങനെ അവൻ്റെ ഉള്ള പവറും കൂടെ കുറഞ്ഞ് അവൻ്റെ എനർജി എല്ലാം കൂടെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹോങ്കോങ് അവിടേക്ക് വന്നിട്ട് വഴക്ക് കൊടുക്കുകയാണ്. നിനക്ക് ഹയർ ലെവൽ പവർ എത്തണമെങ്കിൽ അതിന് സമയം വേണം, അതിന് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് ചാടല്ലെന്ന് പറഞ്ഞിട്ട് ഹോങ്കോങ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ദോങ്ഫങ് പറയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ പവർ ഹൈ ലെവൽ ആക്കിയേ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും ടെക്നിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആ സീൻ കട്ട് ചെയ്യാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ദോങ്ഫങ് യായെ കാണിക്കാനായിട്ട് യായയുടെ മുന്നിൽ പോയിട്ട് യായയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹീറോ, ആ ഹീറോയുടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് യായയുടെ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ യായ ഈ സ്റ്റിക്ക് കണ്ടിട്ട് ഓടി വന്നിട്ട് പറയാണ്, ഇതിൻ്റെ ഷൻസായുടെ സ്റ്റിക്കല്ലേ, ഇതെങ്ങനെ നിനക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ദോങ്ഫങ് പറയണ്ട, അതൊക്കെ എനിക്ക് കിട്ടി, ഈ സ്റ്റിക്ക് നിനക്ക് വേണമെങ്കിൽ എനിക്ക് ഹയർ ലെവൽ മാജിക് ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരാൻ പറയുകയാണ്. എന്നിട്ട് യായ അത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഷൻസയുടെ ഒരു പെയിൻറ്റിങ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അവൾക്ക് വീണ്ടും എക്സൈറ്റഡ് ആയിട്ട് വീണ്ടും ദോങ്ഫങ് അപ്പോൾ പറയാണ്, ഇത് എന്നെ ഹൈ ടെക്നിക്ക് മാജിക് പഠിപ്പിച്ചു തന്നാൽ ഞാൻ ഈ പെയിൻറ്റിങ് തരാമെന്ന് പറഞ്ഞിട്ട് ആ പെയിൻറ്റിങ് കൊണ്ടുപോവുകയാണ്. അവനെ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ ദോങ്ഫങ്ങിനെ ആക്രമിക്കാനായിട്ട് ഗൂഗു അവിടെ എത്തുകയാണ്. ഗൂഗു ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ദോങ്ഫങ് തടയാണ്. ഗൂഗുവിനാണെങ്കിൽ മനുഷ്യന്മാരെ ഇഷ്ടമില്ല. അപ്പോൾ ദോങ്ഫങ് പറയാണ്, നിനക്ക് മനുഷ്യന്മാരെ ഇഷ്ടമില്ലായിരിക്കും, പക്ഷേ ആ മനുഷ്യന്മാരിൽ പെട്ട ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് നോക്കിയൊക്കെ നടക്കുന്നു പറഞ്ഞിട്ട് ദോങ്ഫങ് അവിടെ നിന്ന് പോവുകയാണ്. ഗൂഗു ആണെങ്കിൽ നേരെ ഇതുപോയി ഹോങ്കോങ്ങിനോട് പോയി പറയാണ്, നമ്മുടെ ദോങ്ഫങ് ബുള്ളി ചെയ്യുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഹോങ്കോങ്ങിൻ്റെ പറയാണ്, എന്തിനാണ് മനുഷ്യന്മാരെയൊക്കെ ഇവിടെ താമസിച്ചിരിക്കണം, മനുഷ്യന്മാരെ ഇവിടെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് സീനുണ്ടാക്കുകയാണ്. അവിടേക്ക് ദോങ്ഫങ് കയറി വരികയാണ്. ഹോങ്കോങ്ങിന് കഴിക്കാൻ ഫുഡായിട്ടാണ് വന്നത്. അപ്പോൾ ഹോങ്കോങ് പറയാണ്, ഇപ്പം എനിക്ക് ഫുഡൊന്നും വേണ്ട, നീ കൊണ്ടുപോകാൻ പറയാണ്. ഇത് കേട്ടിട്ട് ഗൂഗു കളിയാക്കി ചിരിക്കുകയാണ്. ദോങ്ഫങ് ഇത് കലിപ്പായി. എന്നിട്ട് ദോങ്ഫങ് എടുത്തിട്ട് ദോങ്ഫങ് ഗൂഗുവിൻ്റെ ദേഹത്ത് തട്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് ഗൂഗു ഹോങ്കോങ്ങിനോട് പറയാണ്, കണ്ടില്ലേ തലൈവിനെ മുന്നിൽ വെച്ച് എന്നെ ബുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ചോക്ക് പറയുമ്പോൾ ഹോങ്കോങ് പറയാണ്, എന്നാ ശരി, നീ അവനെ ഫോളോ ചെയ്ത് എനിക്ക് റിപ്പോർട്ടൊക്കെ ചെയ്യാൻ പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഗൂഗു അവിടെ നിന്ന് പോവുകയാണ്. ഹോങ്കോങ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ഗൂഗു എങ്ങനെയെങ്കിലും നമ്മുടെ ദോങ്ഫങ്ങായിട്ട് കൂട്ടുകൂടിയാൽ മാത്രമേ മനസ്സിലുള്ള മനുഷ്യന്മാരുടെ വെറുപ്പ് മാറുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സീൻ അവിടെ നിന്ന് കട്ട് ചെയ്യാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ദോങ്ഫങ് ഭയങ്കര ദേഷ്യത്തിൽ പോവുകയാണ്. എന്നിട്ട് പറയാണ്, ഇവർക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ദേവതയെ തട്ടിക്കൊണ്ടുപോകാൻ, ഇവൻ ആരാണ് എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പോവുകയാണ്. അവന് ജെല്ലസ് ആവുകയാണ് കേട്ടോ. അവന് സത്യം പറഞ്ഞാൽ അസൂയ ആവുകയാണ്. ലിങ്ഷോനെ കാണുകയാണ്. അപ്പോൾ ലിങ്ഷോൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് നിലത്ത് വീഴുകയാണ്. അത് നമ്മുടെ ദോങ്ഫങ് എടുത്ത് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്ക്. അപ്പോൾ അത് എടുത്തുകൊണ്ട് ദോങ്ഫങ് റൂമിലേക്ക് പോയിട്ട് വായിക്കുകയാണ്. അപ്പോൾ ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹിക്കുന്നവരെ പറ്റിയുള്ളൊരു ബുക്കായിരുന്നു. ആ ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട് ഈ 3 അടയാളങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്നാമത്തേന്ന് പറയുമ്പോൾ, നിങ്ങളൊരു പയ്യനുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായിട്ട് അടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൂയ വരും എന്ന് പറയുന്നത് വായിക്കുമ്പോൾ ദോങ്ഫങ്ങിന് പെട്ടെന്ന് ചിന്തിക്കുകയാണ്, അവനിക്കും അതുപോലെ അസൂയ വരുന്നുണ്ട്. ഗൂഗു അടുത്ത് നിന്നപ്പോൾ ഉള്ള ആ ഒരു സീന് കാണിക്കുകയാണ്. പിന്നെ വീണ്ടും രണ്ടാമത് വായിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് ഓടിപ്പോയി രക്ഷിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ആ ഒരു സീനും കാണിക്കുകയാണ്. അതും അവൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് വന്നു. പിന്നെ മൂന്നാമത് ഈ ബുക്കിൽ എഴുതിയതെല്ലാം അവന് ഏകദേശം കറക്റ്റായിട്ട് തോന്നിയിട്ട് അവൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എനിക്ക് ദേവതയോട് സ്നേഹമുണ്ടോ എന്ന് ആലോചിച്ചങ്ങനെ ഇരിക്കുകയാണ്. അവിടെ കല്യാണ ഫംഗ്ഷനൊക്കെ നടക്കാൻ പോവുകയല്ലേ.
അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ നല്ല അവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിങ് ഷോൻ്റെ അടുത്തേക്ക് ദോങ്ഫങ് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, ഈ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക, കല്യാണത്തിൻ്റെ രീതികളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലിൻചോ പറഞ്ഞു കൊടുക്കുകയാണ്, സ്നേഹിക്കുന്നവരുടെ കയ്യിൽ ഇവിടുത്തെ ആചാരമാണ് സ്നേഹിക്കുന്നവരുടെ കയ്യിൽ പൂവ് കിട്ടുമെന്ന് പറയാണ്, ഒരു പൂവ് കയ്യിൽ കിട്ടുമെന്ന് പറയാണ്. അങ്ങനെയുള്ളവർ ഭാഗ്യമുള്ളവരായിരിക്കും, അവർക്ക് കല്യാണവും കഴിക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ ദോങ്ഫങ് ഒരു സംശയം ചോദിക്കുകയാണ്, മനുഷ്യന്മാർക്കും ആത്മാക്കൾക്കും സ്നേഹിക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. അവർക്കും പൂക്കൾ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ലിങ്ഷോ പറയാണ്, ഓഹോ അപ്പം നിനക്കിവിടെ ആരെയോ ഇഷ്ടമാണ്, ആരോടോ നിനക്ക് സ്നേഹമുണ്ടല്ലേ, പറടാന്ന് പറഞ്ഞിട്ട് പിന്നാലെ അങ്ങ് പോവാണ്, പിന്നാലെ നടക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീൻ കാണിക്കുന്നത്, ഇത് നമ്മുടെ ഹോങ്ഹോങ് അറിയാണ് നമ്മുടെ ദോങ്ഫങ്ങിന് ഈ പൂവ് വേണമെന്ന് പറഞ്ഞത് നമ്മൾ ഹോങ്ഹോങ് അറിയാണ്. അപ്പോൾ ഹോങ്ഹോങ്ങിന് ചെറുതായിട്ടൊരു അസൂയ വരെയാണ്, എവിടെയോ ഒരു അസൂയ വരെയാണ്. എന്തിനായിരിക്കും ദോങ്ഫങ്ങിന് ഇവിടുത്തെ പൂവ് വേണമെന്ന് ചോദിക്കുന്ന, ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്നുള്ള ആ ഒരു രീതിയിലാണ് ഹോങ്ഹോങ് ചിന്തിച്ച് നിൽക്കുന്നത്. നെക്സ്റ്റ് സീൻ കാണിക്കുന്ന ദോങ്ഫങ് അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഹോങ്ഹോങ്ങിൻ്റെ പറയാണ്, ഈ കല്യാണ ഫംഗ്ഷൻ വെക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും വരും, ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ ദുഷ്ടന്മാർക്ക് ഇവിടെ കയറാൻ എളുപ്പമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹോങ്ഹോങ് പറയാണ്, അവർക്കായിട്ട് നമ്മുടെ രീതികളൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. അത് പിന്നെ ഇവിടുത്തെ ആത്മാക്കൾക്കും അത് സംശയമാവുകയും ചെയ്യും. അവരെ വെറുതെ പേടിപ്പിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ തന്നെ ചെയ്യണമെന്ന് പറയാണ്. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത്, നമ്മുടെ ഹോങ്ഹോങ്ങിന് ഒരു സംശയമുണ്ട്. ജിൻഫിന് ഹോങ്ഹോങ് വിചാരിച്ചൊരു പവറൊന്നുമില്ല, ആരോ പവർ ജിൻഫിന് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യണം. അതുപോലെ ജിൻഫിന് ആരോ ഒരാളോട് സംസാരിക്കുകയാണ്, അയാളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, ഒരു നിഴൽ മാത്രമേ കാണുന്നുള്ളൂ. അയാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ നിഴൽ പറയാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ആ ചടങ്ങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കയറാനായിട്ട് എളുപ്പമാണ്, അവിടെ പോയി നശിപ്പിക്കാനായിട്ട് ഇവർ പറയാണ്. എന്നിട്ട് ജിൻഫിനെ കാണിച്ചിട്ട് ആ എപ്പിസോഡ് തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.